Meet the editors. ജുഡീഷ്യറി അപമാനിച്ചു എന്നാണ് ചോദ്യം. ഇന്ന് ചീഫ് ജസ്റ്റിസിന് നേരെ എറിഞ്ഞ ആ ഷൂ എറിഞ്ഞ രാകേഷ് കിഷോർ ജുഡീഷ്യറി അപമാനിച്ചു എന്നാണ് ചോദ്യം. നമുക്കൊപ്പം പിയാസുൽ കൂടി ചേരുന്നുണ്ട്. ഡൽഹിയിൽ നിന്നും ടെലി ട്രാൻസ്പോർട്ടിംഗ് സ്റ്റുഡിയോ സാങ്കേതിക വിദ്യ വഴി തത്സമയം നമുക്കൊപ്പം ചേരും. ആദ്യം സ്മൃതിയിൽ നിന്ന് തുടങ്ങുന്നു. സ്മൃതി, ജുഡീഷ്യറി അപമാനിച്ചു ആ ചെരുപ്പേറ്. രാജ്യത്തിന് തന്നെ അപമാനമായിട്ടുള്ളതാണ്. ജുഡീഷ്യറി മാത്രമല്ല, രാജ്യത്തിന് തന്നെ അപമാനം. കാരണം ലോകം മുഴുവൻ കാണുകയാണല്ലോ ചീഫ് ജസ്റ്റിസിന് നേരെ ഷൂ എറിയുന്നു. പക്ഷേ ഷൂ എറിയൽ എന്നുള്ളത് ഒരു രാഷ്ട്രീയ പ്രതിരോധമാണ്. അത് നമ്മൾ ലോകത്ത് പലയിടത്തും കണ്ടിട്ടുണ്ട്. അവിടെയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് നിസ്സഹായ മനുഷ്യർ ഈ പറയുന്ന അധികാരവർഗത്തിൻ്റെ നീതി നിഷേധത്തിനെതിരെ പ്രതിഷേധിക്കുന്ന രീതിയിലാണ് നമ്മൾ പലപ്പോഴും ഷൂ എറിയൽ കണ്ടിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ഈ ഇറാഖിനെ തകർത്ത ശേഷം, ഈ ഇറാഖ് അധിനിവേശത്തിന് ശേഷം ജോർജ് ബുഷ് ഒരു വാർത്താ സമ്മേളനം നടത്തുമ്പോൾ ജോർജ് ബുഷിന് നേരെ ഒരു ഷൂ എറിയൽ നടന്നിരുന്നു. ആ ഷൂ എറിഞ്ഞത് ഒരു മാധ്യമപ്രവർത്തനമാണ്. ഇറാഖ് മാധ്യമപ്രവർത്തനം. അത് 2008 അതെ, ഇറാഖിൽ വെച്ചായിരുന്നു. പക്ഷേ ജോർജ് ബുഷ് ഒഴിഞ്ഞു മാറിയതുകൊണ്ട് അദ്ദേഹത്തിന് നേരെ ആ ബൂട്ട് വന്നില്ല. പകരം ആ ബൂട്ട് ചെന്ന് വീണത് അമേരിക്കൻ പതാകയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഇറാഖ് പൗരന്, ഇറാഖ് ജേർണലിസ്റ്റിന് ശിക്ഷ അനുഭവിക്കേണ്ടി വന്നു എന്നുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് കണ്ടിരിക്കുന്ന UPA ഭരണകാലത്താണ്. അന്ന് ആഭ്യന്തരമന്ത്രിയായിരുന്ന P. ചിദംബരത്തിന് നേർക്ക് ഷൂ എറുണ്ടായിട്ടുണ്ട്. അതെപ്പോഴായിരുന്നു? അത് കോൺഗ്രസ് നേതാവ് ജഗദീഷ് ടൈറ്റ്ലറെ സിഖ് വിരുദ്ധ കൂട്ടക്കൊലക്കേസിൽ കുറ്റവിമുക്തനാക്കിയ വിധി വന്ന പശ്ചാത്തലത്തിലായിരുന്നു ആ ഒരു പ്രതിഷേധം കണ്ടത്. അങ്ങനെ ഭരണകൂടത്തോളം ഒരു പ്രതിഷേധമായിട്ടാണ് നമ്മൾ നേരത്തെ ഷൂവേറുകൾ കണ്ടിട്ടുള്ളത്. പക്ഷേ ഇന്ന് കണ്ട ഷൂവേർ എന്താണ്? ഇന്ന് കണ്ടിരിക്കുന്ന ഷൂവേർ സനാതന ധർമ്മ വക്താവിൽ നിന്ന് വന്നിരിക്കുന്ന ഷൂവേറാണ്. സനാതന ധർമ്മ വക്താവ് എന്ന് പറയുമ്പോൾ അത് ആധുനിക നിയമ സംവിധാനത്തെ ഒരു തരത്തിലും അംഗീകരിക്കാത്തവരാണ്. അവരുടെ ലോജിക് മനുസ്മൃതി അനുസരിച്ചാണ് പ്രവർത്തിക്കുന്നത്. അപ്പോൾ ചീഫ് ജസ്റ്റിസിനെ എറിഞ്ഞ ഷൂ ആ ചീഫ് ജസ്റ്റിസിലേക്ക് എത്തുകയല്ല, മറ്റൊരു ജഡ്ജിൻ്റെ അടുത്തേക്ക് പോകുമ്പോൾ ഈ ഷൂ എറിഞ്ഞ വ്യക്തി പറയുകയാണ്, ക്ഷമിക്കണം, ഞാൻ അങ്ങേയല്ല ലക്ഷ്യമിട്ടിരുന്നത്, ചീഫ് ജസ്റ്റിസിനെയാണ് ലക്ഷ്യമിട്ടിരുന്നത് എന്നാണ് പറയുന്നത്. എന്നിട്ട് ഈ രാജ്യം ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രത്യയശാസ്ത്രം പേർന്ന ഒരാളാണ് ഈ ഷൂ എറിയൽ നടത്തിയിരിക്കുന്നത്. ആ ഷൂ എറിഞ്ഞത് അവിടുത്തെ ബാറിൽ 2011 മുതൽ എൻറോൾ ചെയ്തിട്ടുള്ള ഒരു അഭിഭാഷകനാണ്. അപ്പോൾ അവിടെ തന്നെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അഭിഭാഷകനാണ്. അതെന്തുകൊണ്ടാണ് നേരത്തെ എടുത്തിരുന്ന മധ്യപ്രദേശിലെ ഒരു ക്ഷേത്രവുമായി ബന്ധപ്പെട്ട ഖജുരാഹു ക്ഷേത്രത്തിൽ ഒരു വിഷ്ണുവിൻ്റെ പ്രതിമ സ്ഥാപിക്കണം എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു ഹർജിയായിരുന്നു. ആ ഹർജി എടുത്തു കളയുക മാത്രമല്ല, സുപ്രീം കോടതി അതിൽ പ്രതികരിച്ചത്, പ്രത്യേകിച്ച് ഈ ചീഫ് ജസ്റ്റിസ് പ്രതികരിച്ചത്, അത് വിഷ്ണു ഭഗവാനോട് പോയി തന്നെ അങ്ങ് പറഞ്ഞാൽ മതി എന്നാണ് പറയുന്നത്. കാരണം ഇതൊരു അനാവശ്യ ഹർജിയായിട്ട് തന്നെയാണ് ചീഫ് ജസ്റ്റിസ് അതിനെ കണ്ടത്. നിങ്ങൾ കോടതിയിലല്ല, ഇത് ആർക്കിയോളജി വിഭാഗത്തിൽ പോയിട്ടാണ് പറയേണ്ടത് എന്നുകൂടിയാണ് പറഞ്ഞത്. അത് രാകേഷ് ദലാൽ എന്നൊരു മധ്യപ്രദേശ് സ്വദേശി നൽകിയ ഹർജിയായിരുന്നു. ആ പൊതുതാൽപര്യ ഹർജി പരിഗണിക്കാൻ വിസമ്മതിക്കുക മാത്രമല്ല, കോടതി പറഞ്ഞു ഇത് പബ്ലിസിറ്റിക്ക് വേണ്ടിയുള്ളൊരു ഹർജിയാണ് എന്നാണ് കോടതി വിലയിരുത്തിയത്. ഇനി ചീഫ് ജസ്റ്റിസ് BR ഗവായ് ആരാണ്? രാജ്യത്തെ രണ്ടാമത്തെ ദളിത് ചീഫ് ജസ്റ്റിസാണ്. ഇതിനു മുമ്പുണ്ടായിരുന്നത് നമ്മുടെ മലയാളിയായ KG ബാലകൃഷ്ണനാണ്. KG ബാലകൃഷ്ണന് ശേഷമുള്ള ചീഫ് ജസ്റ്റിസ് ആണ്, ദളിത് ചീഫ് ജസ്റ്റിസാണ് BR ഗവായ്. അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ അല്ലെങ്കിൽ അദ്ദേഹം ഒരു അംബേദ്കറിസ്റ്റാണ്. അദ്ദേഹത്തിൻ്റെ അമ്മയെ RSS 100ാം വാർഷികത്തിൽ ക്ഷണിച്ച വാർത്ത നമ്മൾ കണ്ടിരുന്നു, പരിപാടികൾ ക്ഷണിച്ചിരുന്നു. അമ്മ പറഞ്ഞു ഞാൻ വരില്ല എന്ന് പറയുന്ന ഒരു വാർത്തയും നമ്മൾ കണ്ടതാണ്. അപ്പോൾ ഒരു നിലപാട് ഉയർത്തിപ്പിടിച്ച് പ്രവർത്തിക്കുന്ന ചീഫ് ജസ്റ്റിസാണ്. ചീഫ് ജസ്റ്റിസ് ഉറപ്പായിട്ടും നീതി നടപ്പാക്കുമ്പോൾ കോടതിയിലെ നിയമങ്ങൾക്കനുസരിച്ച് നീതി നടപ്പാക്കേണ്ട ആളാണ്. ആ രൂപത്തിൽ അദ്ദേഹം പ്രതികരിച്ചു. അദ്ദേഹം ഈ ഷൂറിന് ശേഷം പറഞ്ഞു അതിലേക്കൊന്നും ശ്രദ്ധ തിരിക്കേണ്ട കാര്യമില്ല, കോടതി നടപടികളുമായി മുന്നോട്ട് പോവുകയാണെന്ന് പറഞ്ഞത്. പക്ഷേ പിന്നീട് രാകേഷ് കിഷോർ എന്ന അഭിഭാഷകനെ ഇപ്പോൾ സസ്പെൻഡ് ചെയ്തു എന്നൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. നേരത്തെ ജസ്റ്റിസ് വിനോദ് ചന്ദ്രനോടാണ് പറയുന്നത്, നിങ്ങൾക്ക് നേരെയല്ല എറിഞ്ഞത്, ചീഫ് ജസ്റ്റിസ് നേരെയാണ്. അപ്പം അത്ര പോലും പറയാൻ പറ്റുന്ന രീതിയിൽ വളരെ സ്വാഭാവികതയോടെ ഈ കാര്യങ്ങളൊക്കെ സംഭവിക്കുകയാണ്. അതായത് ഹിന്ദുത്വ നിലപാട് അത് അങ്ങനെ പൂർണ്ണമായും പല തലങ്ങളിൽ നമ്മൾ ഏതൊക്കെ വിഷയം ഏതൊക്കെ ഘട്ടങ്ങളിൽ നോക്കുകയാണ് പല രൂപത്തിൽ അത് പ്രവർത്തിക്കുന്നു. ഹിന്ദുത്വ നിലപാട് പൂർണ്ണമായും ഒരു സ്വാഭാവികതയിൽ അംഗീകരിച്ചു കൊള്ളണം. അതായത് ഭൂരിപക്ഷ നിലപാട് എല്ലാവരും അംഗീകരിച്ചു കൊള്ളണം, അതിൽ അങ്ങനെയേ നിങ്ങൾക്കിവിടെ കഴിയാൻ പറ്റൂ എന്ന സന്ദേശം കൂടി നൽകുന്ന രൂപത്തിലുള്ള കാര്യങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ RSSൻ്റെ 100ാം വാർഷികത്തിൽ RSS ആണ് രാജ്യത്തെ ഏറ്റവും വലിയ NGO, ഏറ്റവും വലിയ സാമൂഹ്യ സംഘടന എന്ന് പ്രധാനമന്ത്രി ആവർത്തിച്ചു പറയുകയാണ്. ഇതിനു മുമ്പ് നമ്മൾ അദ്ദേഹത്തിൻ്റെ ഈ വാചകങ്ങൾ കേട്ടത് സ്വാതന്ത്ര്യദിന സന്ദേശത്തിലാണ്. RSSും സ്വാതന്ത്ര്യ സമരവും തമ്മിൽ ഒരു ബന്ധവുമില്ല എന്ന് മാത്രമല്ല,
RSSന്റെ ആ കാലഘട്ടത്തിലെ പ്രവർത്തനം എന്തായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാവുന്നതാണ്. ആ RSSന് സ്വീകാര്യത, പൊതുസമൂഹത്തിൽ സ്വീകാര്യത ലഭിക്കാനുള്ള ശ്രമങ്ങളിലാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ RSSന് 40 ലക്ഷം പ്രവർത്തകരുണ്ട് എന്നുള്ള കണക്കുകളൊക്കെ ഇങ്ങനെ വരികയാണ്. പക്ഷേ RSS ഒരു തരത്തിലും RSS ഒരു സംഘടനയാണ്. RSSൽ അംഗത്വം എടുത്തിട്ടല്ല പ്രവർത്തിക്കുന്നത്. അവിടെ ശാഖയിലേക്ക് ആളുകൾ പോവുകയാണ് ചെയ്യുക. അതിലങ്ങനെ ഒരു 40 ലക്ഷം എന്നൊരു കണക്ക് അവർക്ക് ഔദ്യോഗികമായി അവർ എവിടെയും സൂക്ഷിച്ചിട്ടില്ല. അത് RSSലെ നേതാക്കൾ തന്നെ പലപ്പോഴായി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഇങ്ങനെ പറഞ്ഞത് സ്ഥാപിക്കാൻ ശ്രമിക്കുകയാണ്. 40 ലക്ഷം അണികളുള്ള ഒരു വലിയ സംവിധാനമാണ് ഈ RSS എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ RSSന്റെ പ്രത്യയശാസ്ത്രം അത് എല്ലാവരും അംഗീകരിക്കേണ്ട പ്രത്യയശാസ്ത്രം എന്ന രൂപത്തിലേക്ക് വരികയാണ്. ആ രൂപത്തിലേക്ക് വരുമ്പോൾ മുൻപുള്ള ചീഫ് ജസ്റ്റിസിന്റെ ഒരു പ്രതികരണം കൂടി നമ്മൾ കാണേണ്ടതാണല്ലോ. ഇപ്പോൾ മുൻ ചീഫ് ജസ്റ്റിസ് ചന്ദ്രചൂഡ് ഇപ്പോൾ അദ്ദേഹം റിട്ടയർ ആയിരിക്കുന്നു. അദ്ദേഹം മാധ്യമങ്ങളോട് ഇങ്ങനെ പ്രതികരിച്ചു കൊണ്ടേയിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസം ഇന്ത്യ ടുഡേയുടെ കോൺക്ലേവ് നടക്കുന്നു. ആ കോൺക്ലേവിൽ അദ്ദേഹം വന്ന് സംസാരിക്കുന്നത്. അതിന് മുമ്പ് തന്നെ അദ്ദേഹം ഒരു വിവാദം ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ. ഇപ്പോൾ അയോധ്യ വിധി പ്രഖ്യാപിച്ച ജഡ്ജിമാരിൽ ഉണ്ടായിരുന്ന പ്രധാനിയാണ് ഈ പറയുന്ന ചന്ദ്രചൂഡ്. അദ്ദേഹം പറയുകയാണ്, അദ്ദേഹത്തോട് ചോദിക്കുന്നു, അവിടെ രാംലല്ല കൊണ്ടുവച്ചത് ഒരു വലിയ പിഴവായിരുന്നില്ല, രാംലല്ല കൊണ്ടുവച്ചത് അതിന് അങ്ങനെ കൊണ്ടുവച്ചവരെ ശിക്ഷിക്കാത്ത എന്തുകൊണ്ടാണ് എന്ന ചോദ്യം വരുമ്പോൾ പറയുകയാണ്, അതിനു മുമ്പേ വന്നിരിക്കുന്ന ഏറ്റവും വലിയ പിഴവ് എന്നുള്ളത് ബാബ്രി മസ്ജിദ് സ്ഥാപിച്ചു എന്നുള്ളതാണ് ഏറ്റവും വലിയ പിഴവെന്ന് അദ്ദേഹം പറയുകയാണ്. അപ്പോൾ അങ്ങനെ ഒരു വിവാദം ഉണ്ടാക്കിയപ്പോൾ അതിൻ്റെ പശ്ചാത്തലത്തിൽ ഈ രാജ്ദീപ് സർദേശായി ചോദിക്കുകയാണ്, അങ്ങ് എങ്ങനെയാണ് അങ്ങനെ ഒരു പ്രതികരണം നടത്തുന്നത് എന്ന് പറയുന്നു. അപ്പോൾ അദ്ദേഹം പറയുന്നു, അദ്ദേഹത്തിൻ്റെ വിശ്വാസവുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം പറയുകയാണ്, അവിടെ നേരത്തെ തന്നെ ക്ഷേത്രത്തിൻ്റെ അവശിഷ്ടങ്ങൾ ഉണ്ടായിരുന്നു എന്ന്. പക്ഷേ നമ്മൾ വിധിയിൽ എന്താണ് കാണുന്നത്? വിധിയിൽ മറ്റൊരു കെട്ടിടവും അവിടെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറയുന്നത്. ബാബ്രി മസ്ജിദ് സ്ഥാനത്ത് മറ്റു കെട്ടിടമില്ല എന്നാണ് വിധിയുള്ളത്. പക്ഷേ അതിന് വിരുദ്ധമായ ഒരു പ്രതികരണം അദ്ദേഹം നടത്തുകയാണ്. മാത്രമല്ല അദ്ദേഹം വളരെ വിശാലമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തെക്കുറിച്ചാണ്. അദ്ദേഹം വ്യക്തി എന്ന നിലയ്ക്ക് വിശ്വാസിയായിരിക്കാം, അമ്പലത്തിൽ പോകുന്നുണ്ടാകാം, വ്രതമനുഷ്ഠിക്കുന്നുണ്ടാകാം, പൂജ നടത്തുന്നുണ്ടാകാം. അത് തികച്ചും സ്വകാര്യമായ വിഷയമാണ്, അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ വിഷയമാണ്. അത് പൊതുജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് മറ്റു മതസ്ഥരായ വ്യക്തികൾ കൂടിയുള്ള ഈ സംവിധാനത്തിൽ ഒരു ജഡ്ജി എന്ന നിലയിൽ പ്രവർത്തിക്കുമ്പോൾ അവർക്ക് അനുകൂലമായൊരു വിധി നടത്താത്ത ഒരു ജഡ്ജി ആയിരിക്കും ഈ ജഡ്ജി എന്ന് തോന്നിക്കുന്ന രൂപത്തിൽ പ്രവർത്തിച്ചുകൂടാ. അങ്ങനെ അദ്ദേഹം ചീഫ് ജസ്റ്റിസ് ആയിരിക്കുമ്പോൾ തന്നെ പ്രവർത്തിച്ചിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ പൂജയ്ക്ക് പ്രധാനമന്ത്രിയെ ക്ഷണിക്കുകയാണ്. ആ പൂജ നടത്തിക്കൊണ്ട് പ്രധാനമന്ത്രിയെ തൊഴുതു നിൽക്കുന്ന ചീഫ് ജസ്റ്റിസിനെ രാജ്യം കാണുകയാണ്. രാജ്യത്ത് നടാടെയാണ് അങ്ങനെ ഒരു ചിത്രം പുറത്തേക്ക് വരുന്നത്. എല്ലാ പത്രങ്ങളുടെയും ഫ്രണ്ട് പേജിൽ ആ ഫോട്ടോ വരണം എന്നുള്ളൊരു തീരുമാനത്തിൻ്റെ പുറത്ത് ആ ഫോട്ടോ വരികയാണ്. അപ്പോൾ അത് നൽകുന്ന സന്ദേശം എന്താണ്? അപ്പോൾ മറ്റു മതസ്ഥരായ ആരെങ്കിലും ആ കോടതിയിലേക്ക് വന്നാൽ അവർക്ക് നീതി കിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ അദ്ദേഹം പറയുന്നു, അങ്ങനെയല്ല, ഞാൻ അദ്ദേഹത്തിൻ്റെ മറ്റ് സുപ്രധാനമായ ചില വിധികളൊക്കെ അത് വിശദീകരിച്ചുകൊണ്ട് പറയുന്നു, അതൊന്നും ഞാൻ രാഷ്ട്രീയം നോക്കിയിട്ടല്ല എന്ന് പറയുന്നു. പക്ഷേ ഇതൊരു കൃത്യമായ മറുപടിയാണോ? ഒരു ജഡ്ജി അല്ലെങ്കിൽ ഒരു ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജിമാരാരായാലും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടത്? നീതിയുമായി ബന്ധപ്പെട്ട, നിയമവുമായി ബന്ധപ്പെട്ടാണ് വിധികൾ വരേണ്ടത്, അല്ലാതെ വിശ്വാസവുമായി ബന്ധപ്പെട്ടല്ല. അദ്ദേഹം പറയുന്നു, ഈ അയോധ്യ വിധി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് താൻ പ്രാർത്ഥിച്ചിരുന്നു എന്ന്. അപ്പോൾ ദൈവം വന്ന് പറഞ്ഞു തന്ന വിധി എന്ന് പറയുമ്പോൾ ഏത് ദൈവം, ആരുടെ ദൈവം എന്നൊക്കെ ചോദ്യങ്ങൾ ഉണ്ടാകാം, സംശയങ്ങൾ ഉണ്ടാകാം. അങ്ങനെ സംശയങ്ങൾ ഉണ്ടാകുന്ന തരത്തിലുള്ള പ്രതികരണം നടത്തുകയാണ്. അദ്ദേഹത്തിന് പ്രാർത്ഥിക്കാം, അദ്ദേഹത്തിന് വിശ്വസിക്കാം, പക്ഷേ അതത് പരസ്യമായി പറയേണ്ട ആളല്ല. അപ്പോൾ ആ പരസ്യമായ പ്രതികരണം ചില സൂചനകൾ നൽകുക. അപ്പോൾ ഇതൊക്കെ എന്താണ് പറയുന്നത്? ഇതൊക്കെ വളരെ സ്വാഭാവികതയിൽ എന്താണ് അദ്ദേഹത്തിന് വിശ്വാസിയായിക്കൂടെ, അദ്ദേഹത്തിന് വിശ്വാസം പറഞ്ഞുകൂടെ എന്ന ചോദ്യം ഉയർന്ന രൂപത്തിലേക്ക് അതിന് വലിയ സ്വാഭാവികത കൽപ്പിക്കപ്പെടുകയാണ്. അതുകൊണ്ടാണ് ഈ ജഡ്ജ് ഇപ്പോൾ ചീഫ് ജസ്റ്റിസ് പറയുന്നു, ബി ആർ ഗവായ് പറയുന്നു, അദ്ദേഹത്തെ ശിക്ഷിക്കൊന്നും വേണ്ട, പറഞ്ഞു വിട്ടേക്കൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ അങ്ങനെയാണോ അത് ചെയ്യേണ്ടത്? ഗൗരവത്തിൽ കാണേണ്ട വിഷയം തന്നെയാണ്. ഇതിലപ്പുറം ഈ പറഞ്ഞ അതിനു മുൻപുള്ള കോടതിയിൽ ബി ആർ ഗവായ് നടത്തിയ ഒരു പ്രതികരണം മാത്രമാണ് ഈ അഡ്വക്കേറ്റിനെ കൊണ്ട് ഇത് ചെയ്യിച്ചതെന്ന് ഞാൻ കരുതുന്നില്ല. അതിലപ്പുറം അദ്ദേഹം ഒരു ദളിത് പ്രതിനിധിയാണ് എന്നത് കൂടി ആയിരിക്കണം. സനാതനധർമ്മത്തെ എന്ന് പറഞ്ഞ് ആവർത്തിച്ച് പറയുമ്പോൾ അതിനർത്ഥം അതാണ്, സനാതനധർമ്മത്തെ അപമാനിച്ചു എന്ന് പറയുന്നവർ അവർക്ക് ഇന്ത്യയിൽ പ്രവർത്തിക്കാൻ പറ്റില്ല എന്ന് പറയുമ്പോൾ എന്താണ് അദ്ദേഹം ഉദ്ദേശിക്കുന്നത്? സനാതനധർമ്മപ്രകാരം ഒരു ദളിതൻ ചീഫ് ജസ്റ്റിസ് ആവുകയോ, ആ ചീഫ് ജസ്റ്റിസ് ഒരു വിധി പ്രഖ്യാപിക്കുകയോ, ആ വിധി ഞങ്ങൾക്ക് സ്വീകാര്യമല്ല, ഞങ്ങൾക്ക് സ്വീകാര്യമല്ല എന്നാണ് ഇയാൾ പറയുന്നത്. അങ്ങനെ പറയുന്ന ഒരു അഭിഭാഷകന് അവിടെ ഇനിയും കോടതിയിൽ വാദിക്കാൻ അവസരം ഒരുക്കാൻ പാടില്ല എന്നുള്ളതാണ്. പക്ഷെ അങ്ങനെ സംഭവിക്കുമോ? നമ്മൾ കോടതി വരാന്തകൾ തന്നെ തീവ്ര പ്രസംഗങ്ങൾക്ക് വേദിയാകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്.
ആ ജഡ്ജിക്കെതിരെ എന്തെങ്കിലും നടപടി ഉണ്ടായിട്ടില്ലല്ലോ. ആ ജഡ്ജി ഇപ്പോഴും പ്രവർത്തിക്കുന്നത്. കോടതി മാറിയെന്ന് തോന്നുന്നു, സ്ഥലം മാറ്റം ഉണ്ടായെന്ന് തോന്നുന്നു. ആ ശിക്ഷയിൽ അത് ഒതുങ്ങുകയാണ്. അപ്പോൾ ഇത് അതിൻ്റെ സ്വാഭാവികതയിലേക്ക് വരികയാണ്. ഇതാണ് രാജ്യമെന്ന് ലോകത്തിന് കാണിച്ചു പോകുന്ന ഒരു അപകടാവസ്ഥയിലേക്കാണ് പോകുന്നത്. അതിലുള്ള പ്രതിഷേധങ്ങൾ ഉയരുക തന്നെ വേണം. പക്ഷേ അത് എത്രത്തോളം അന്ന് ചെന്നു പതിക്കും, അതിന്മേലൊരു നടപടി ഉണ്ടാകുമെന്നുള്ളത് നമുക്കറിയില്ല. ഓക്കെ, നമുക്കിപ്പം സുനിൽ കൂടി ചേരുന്നുണ്ട്. സുനിൽ, ഈ ഷൂ എറിയുന്ന സമയത്തിന് ശേഷം അദ്ദേഹത്തിൻ്റെ കയ്യിലൊരു കടലാസ് ഉണ്ടായിരുന്നുവെന്നും ആ കടലാസ് അടക്കം പിന്നീട് രജിസ്ട്രാർ തന്നെ പോലീസിനോട് പറയുന്നുണ്ട്, അത് തിരികെ കൊടുക്കാൻ ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. സനാതനധർമ്മത്തോടുള്ള അനാദരവ് ഇന്ത്യ ഒരിക്കലും സഹിക്കില്ല എന്ന മുദ്രാവാക്യം മുഴക്കിയെന്നും ബാർ ആൻഡ് ബെഞ്ചിലെ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. അവിടെയുള്ള അഭിഭാഷകർ അങ്ങനെ കേട്ടു എന്നാണ് പറയുന്നത്. അപ്പോൾ ഒരു സനാതനിയായ ഒരു അഭിഭാഷകൻ ഒരു ബുദ്ധിസ്റ്റായൊരു ജസ്റ്റിസിന് നേരെ എറിഞ്ഞ് ചെരുപ്പ് എന്ന അർത്ഥത്തിൽ കൂടി അതിനെ കാണാം. എറിയാൻ ശ്രമിച്ചതേയുള്ളൂ, എറിഞ്ഞിട്ടില്ല. ആ സമയത്ത് തന്നെ സുരക്ഷാ ഭടന്മാർ അവിടെ എത്തി വളരെ പെട്ടെന്ന് തന്നെ അടക്കി നിർത്തി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ബി.ആർ. ഗവായി അയാൾക്കെതിരെ ഒരു നിയമ നടപടിയും എടുക്കരുത് എന്ന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ്. ഇത് ജുഡീഷ്യറിക്ക് അല്ലെങ്കിൽ ജുഡീഷ്യറിയെ അപമാനിക്കാൻ നടത്തിയ നീക്കമായി കണക്കാക്കാൻ കഴിയുമോ പി എസ് സുനിൽ? തീർച്ചയായും ഇതൊരു ഏറ്റവും അപകടകരമായ ഒരു സംഭവമാണ് ഇന്ന് സുപ്രീം കോടതിയിൽ ഉണ്ടായതെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നോക്കൂ, സുപ്രീം കോടതിയുടെ ചരിത്രത്തിൽ ഇതിനു മുൻപും ഇത്തരത്തിലുള്ള ചില സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2003 ജസ്റ്റിസ് അർജിത് പസായത്തിൻ്റെ ബെഞ്ചിൽ ഇതുപോലെ ഒരു മുംബൈയിൽ നിന്നുള്ളൊരു കേസ് പരിഗണിക്കുമ്പോൾ ഒരു സ്ത്രീ കോടതി മുറിയിൽ ചെരിപ്പൂരി അർജിത് പസായത്തിന് നേരെ എറിഞ്ഞിട്ടുണ്ട്. 2013 ജസ്റ്റിസ് എച്ച് എൽ ദത്തുവിൻ്റെ ബെഞ്ചിൽ ഇതുപോലെ കടലാസ് കീറിയെറിഞ്ഞ സംഭവം ഉണ്ടായിട്ടുണ്ട്. അന്നൊക്കെ വളരെ ശക്തമായ പ്രതിഷേധം പൊതുസമൂഹത്തിൽ നിന്ന് ആ നടപടിക്കെതിരെ ഉയർന്നു വന്നിട്ടുണ്ട്. ഏതായാലും ഒരു സുപ്രീം കോടതി എന്നത് പരമോന്നത കോടതിയാണ്. ഇന്ത്യയിലെ ഏറ്റവും പരമോന്നത കോടതിയിലെ ചീഫ് ജസ്റ്റിസായ ബി.ആർ. ഗവായിക്കെതിരെ ഇപ്പോൾ ഇങ്ങനെയൊരു നീക്കം, ജനാധിപത്യ രാജ്യമായ മതേതരത്വ രാജ്യമായ ഇന്ത്യയിൽ ഇതുപോലൊരു സംഭവം ഉണ്ടായി എന്നത് തീർച്ചയായും ദൗർഭാഗ്യകരമാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഏതായാലും ഈ വിഷയത്തിൽ ഇപ്പോൾ കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരൊക്കെ വളരെ ശക്തമായ പ്രതിഷേധവുമായി രംഗത്ത് വന്നിട്ടുണ്ട്. അതേസമയം എന്നെ അമ്പരപ്പിക്കുന്നത് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. ഇതുപോലൊരു സംഭവം ഉണ്ടായിട്ട് കേന്ദ്ര സർക്കാരിൻ്റെ ഭാഗത്തു നിന്ന്, ഇന്ത്യയുടെ പ്രധാനമന്ത്രിയുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു പ്രതികരണം ഉണ്ടായിട്ടില്ല എന്നത് തീർച്ചയായും ഞെട്ടിക്കുന്നതാണ്. പ്രധാനമന്ത്രി എന്തൊക്കെ വിഷയങ്ങളിൽ പ്രതികരിക്കുന്നതാണ്, പക്ഷേ ഈ വിഷയത്തിൽ അദ്ദേഹം ഒരു പ്രതികരണവും നടത്തിയിട്ടില്ല, ഈ വിഷയത്തെ അപലപിച്ചിട്ടില്ല. 2, കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ, അദ്ദേഹത്തിൻ്റെ പോലീസാണ് സുപ്രീം കോടതിക്ക് കാവൽ നിൽക്കുന്നത്, സുപ്രീം കോടതിയിൽ ചീഫ് ജസ്റ്റിസിന് കാവൽ നൽകുന്നത്, സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസിൻ്റെ കോടതി മുറിക്ക് കാവൽ നിൽക്കുന്നത്. ആ പോലീസ് സംവിധാനത്തെ നിയന്ത്രിക്കുന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ പോലും ഒരു വാക്കുപോലും പ്രതികരിച്ചിട്ടില്ല. ഇനി കേന്ദ്ര നിയമമന്ത്രി അർജുൻ റാം മേഘ്വാൾ, അദ്ദേഹമാണല്ലോ കോടതി നടപടികളുമായി ചേർന്ന് പ്രവർത്തിക്കുന്ന മന്ത്രാലയം, അദ്ദേഹവും ഒരു വരി പോലും പ്രതികരിച്ചിട്ടില്ല. മുൻ കേന്ദ്ര നിയമമന്ത്രിയായ രവിശങ്കർ പ്രസാദ്, അദ്ദേഹവും ഒരു വരി പോലും പ്രതികരിച്ചിട്ടില്ല. അപ്പോൾ കേന്ദ്ര സർക്കാർ പൂർണ്ണമായി ഇത്തരത്തിൽ നടന്നിട്ടുള്ള ഈ ഒരു അതിക്രമത്തോട് മൗനം പാലിക്കുകയാണ്. എന്തൊരു അപകടമാണ്. ഇന്ന് ഈ രാകേഷ് കിഷോർ എന്ന് പറയുന്ന 71 വയസ്സുകാരൻ ഈ സനാതനധർമ്മം ഉയർത്തിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് ബി.ആർ. ഗവായിക്കെതിരെ നടത്തിയിട്ടുള്ള ഈ ആക്രമണത്തേക്കാൾ എത്രയോ വലിയ അതിക്രമമാണ് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിയമമന്ത്രിയും ഒക്കെ ഈ മൗനത്തിലൂടെ ചെയ്തിരിക്കുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. രാജ്യത്തെ പരമോന്നത കോടതിയാണ്. പ്രോട്ടോകോൾ വെച്ച് നോക്കിയാൽ ഇന്ത്യൻ പ്രസിഡന്റ് കഴിഞ്ഞാൽ, പ്രധാനമന്ത്രി കഴിഞ്ഞാൽ 7ാം സ്ഥാനത്തുള്ള ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യയാണ്. അദ്ദേഹത്തിന് നേരെയാണ് ഇതുപോലൊരു ആക്രമണ ശ്രമം ഉണ്ടായിട്ടുള്ളത്. അതും സനാതനധർമ്മം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട്, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് ഉള്ളൊരു നീക്കം. നോക്കൂ, സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് ഈ നാട്ടിൽ എന്ത് ചെയ്താലും ഒരു പുല്ലും സംഭവിക്കില്ല എന്ന ഒരു തോന്നലിലേക്ക് ഈ സംഘപരിവാറിൻ്റെ രാഷ്ട്രീയം ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും എത്തിച്ചേരുന്ന ഒരു സാഹചര്യമാണ്. നമുക്ക് നേരത്തെ VHPയുടെ ഒരു പരിപാടിയിൽ പങ്കെടുത്തുകൊണ്ട് കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായിരുന്ന ശേഖർ കുമാർ യാദവ് നടത്തിയ പ്രസ്താവന നമുക്കെല്ലാവർക്കും അറിയാം. എന്താണ് ശേഖർ കുമാർ യാദവ് പറഞ്ഞത്? ഇന്ത്യ ഭൂരിപക്ഷം ഉള്ളവർ ഭരിക്കുമെന്ന്, അതായത് ഹിന്ദുക്കൾ ഭരിക്കുമെന്ന്. ഇന്ത്യ ഭരിക്കാൻ അവകാശമുള്ളവർ ഇന്ത്യയിലെ ഹിന്ദുക്കളാണെന്നാണ് ഒരു കോടതിയിലെ ജഡ്ജി, ഒരു ഹൈക്കോടതിയിലെ ജഡ്ജി വന്ന് ഒരു പൊതുസമൂഹത്തോട് പറയുന്നത്. മുസ്ലിങ്ങൾക്ക് ഈ രാജ്യത്ത് ഭരിക്കാൻ ഒരു അവകാശവുമില്ല, അതാണ് ഒരു ജഡ്ജി പറയുന്നത്. ആ ജഡ്ജിയാണ് പിന്നീട് അലഹബാദ് ഹൈക്കോടതിയിലിരുന്ന് കേസുകൾ പരിഗണിക്കുന്നത്, നീതി ഉറപ്പാക്കാനുള്ള ഉത്തരവുകൾ പുറപ്പെടുവിക്കുന്നത്. ആ ജഡ്ജിക്കെതിരെ ചെറുവിരലനക്കാൻ
നമ്മുടെ ഭരണ സംവിധാനങ്ങൾക്ക് സാധിച്ചിട്ടുണ്ട്. സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് ആയിരുന്ന സഞ്ജീവ് ഖന്നയുടെ നേതൃത്വത്തിൽ അന്വേഷണം പ്രഖ്യാപിച്ചു. അന്വേഷണം നടത്തി 2 തവണ ജസ്റ്റിസ് ശേഖർ കുമാർ യാദവിനെ സുപ്രീം കോടതിയിലേക്ക് വിളിച്ചു വരുത്തി. കൊളീജിയം അദ്ദേഹത്തെ ശാസിച്ചു. തൊട്ടു പിന്നാലെ എത്തി രാജ്യസഭാ സെക്രട്ടേറിയറ്റിൽ നിന്ന് കത്തെത്തി സുപ്രീം കോടതിക്ക് ഇങ്ങനെ അന്വേഷണം നടത്താൻ അധികാരമില്ല എന്ന്. അതോടുകൂടി സുപ്രീം കോടതി അന്വേഷണം നിർത്തി. ശേഖർ കുമാർ യാദവിനെതിരെ ഒരു നടപടിയുമില്ല. അദ്ദേഹം അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജിയായി തുടർന്നു. പ്രതിപക്ഷ പാർട്ടികൾ പാർലമെന്റിൽ ഇംപീച്ച്മെന്റ് നോട്ടീസ് നൽകി. എന്തെങ്കിലും ഒരു അനക്കമുണ്ടായി ഇംപീച്ച്മെന്റ് നോട്ടീസിൽ ഒരു നടപടിയും സ്വീകരിച്ചില്ല. അപ്പോൾ സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തിപ്പിടിച്ച് എന്ത് പ്രകോപനവും ഈ നാട്ടിൽ നടത്താം എന്നതിനുള്ള എല്ലാ സ്വാതന്ത്ര്യവും നൽകുകയാണ്. ഇന്ന് സുപ്രീം കോടതിയിലെ ചീഫ് ജസ്റ്റിസ് കോടതിയിൽ 1-ാം നമ്പർ കോടതിയിൽ ഇതുപോലെ ഈ രാകേഷ് കിഷോർ എന്ന് പറയുന്ന ഈ മനുഷ്യൻ കാണിച്ചിട്ടുള്ള ഈ ഒരു പ്രവൃത്തി എന്ന് പറയുന്നത് ഇന്ത്യയെ തന്നെ അപമാനിക്കുന്ന, ഇന്ത്യയിലെ ജുഡീഷ്യൽ സംവിധാനത്തെ തന്നെ, ജുഡീഷ്യറിയെ തന്നെ അവഹേളിക്കുന്ന ഒരു പ്രവൃത്തിയാണ് അദ്ദേഹത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടായത്. അതിന് കുട പിടിച്ചു കൊടുക്കുന്ന ഒരു സംവിധാനം നമ്മുടെ നാട്ടിലെ ഈ ഭരണ സംവിധാനവും BJPയും ഒക്കെ തന്നെ സ്വീകരിക്കുന്നു എന്നത് തീർച്ചയായും അപകടകരമായ ഒരു സാഹചര്യം തന്നെയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഈ കോടതികളൊക്കെ തന്നെ രാഷ്ട്രീയത്തിന് അതീതമായി നിൽക്കും എന്നൊക്കെ നമ്മൾ പറയുമെങ്കിൽ പോലും കോടതികൾ പലപ്പോഴും രാഷ്ട്രീയത്തിൻ്റെ ഭാഗമായി മാറുന്ന ചില സാഹചര്യങ്ങളൊക്കെ തന്നെ നമ്മൾ കണ്ടിട്ടുണ്ട്. കോടതി വിധികളൊക്കെ തന്നെ അങ്ങനെ മാറുന്ന സാഹചര്യമൊക്കെ തന്നെ കണ്ടിട്ടുണ്ട്. പക്ഷേ അപ്പോഴും ഒരു നിയമത്തിൻ്റെ പാതയിലൂടെയാണ് അത് സഞ്ചരിക്കുക. റിട്ടയർ ചെയ്ത ശേഷം ജഡ്ജിമാരൊക്കെ തന്നെ പല സർക്കാർ പദവികളിലേക്ക് മാറുന്ന സാഹചര്യവുമൊക്കെ തന്നെ ഉണ്ട്. എങ്കിൽ പോലും ഈ കോടതികൾക്കുള്ളിൽ ഇത്തരമുള്ള അതിക്രമങ്ങൾ പലപ്പോഴും ശക്തമായി അപലപിക്കപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. പക്ഷേ നിർഭാഗ്യവശാൽ രാജ്യം ഭരിക്കുന്ന സർക്കാർ സംവിധാനങ്ങൾ അതിനെതിരെ എന്തെങ്കിലും ഒരു മറുപടിയോ എന്തെങ്കിലും ഒരു പ്രതികരണമോ നടത്തിയിട്ടില്ല എന്ന് തീർച്ചയായും അപകടകരമായൊരു സാഹചര്യം തന്നെയാണ്. ലോകത്ത് പല രീതിയിൽ രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ പല രീതിയിൽ ഇത്തരത്തിലുള്ള ചെറുപ്പേറുകളും ഷൂസറുകളും ഒക്കെ തന്നെ ഉണ്ടായിട്ടുണ്ട്. ജോർജ് W. ബുഷിനെതിരെ നേരത്തെ സ്മൃതി ചൂണ്ടിക്കാണിച്ചതുപോലെ തന്നെ ഷൂസ് എറിഞ്ഞ സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ മൻമോഹൻ സിംഗിനെതിരെ 2009 അഹമ്മദാബാദിൽ മൻമോഹൻ സിംഗിൻ്റെ റാലിക്ക് നേരെ ഷൂസർ ഉണ്ടായിട്ടുണ്ട്. LK അദ്വാനിക്കെതിരെ ഷൂസർ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അതൊക്കെ ഒരു രാഷ്ട്രീയ സാഹചര്യമാണ്. പക്ഷേ കോടതികളിൽ ഒരിക്കലും ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകുന്നത് അപൂർവമാണ്. പക്ഷേ അത് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്തതാണ്. പക്ഷേ ഇങ്ങനെയൊരു മുദ്രാവാക്യം മുഴക്കിക്കൊണ്ട് ഒരു സംഘപരിവാർ രാഷ്ട്രീയം ഉയർത്തിക്കൊണ്ട് ഇങ്ങനെയൊരു നീക്കം നടത്തുമ്പോൾ അതിനെ മൗനം പാലിക്കുകയും അതിന് മൗനാനുവാദം നൽകുകയും ചെയ്യുന്നു എന്നത് തീർച്ചയായും അപകടകരമായ സാഹചര്യം തന്നെയാണ്. ഇത് ജുഡീഷ്യറിക്ക് നേരെയുള്ള ഏറ്റവും വലിയ ആക്രമണമാണ്. അതുകൊണ്ട് രാകേഷ് കിഷോർ ചെയ്തതിനേക്കാൾ ഏറ്റവും വലിയ ഒരു ആക്രമണവും അവഹേളനവുമാണ് ഇതിനോട് മൗനം പാലിക്കുന്ന പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും നിയമമന്ത്രിയും മോദി അപലപിച്ചിട്ടുണ്ട് എന്നുള്ളൊരു വാർത്തയാണ്. ചീഫ് ജസ്റ്റിസിനെതിരായ ആക്രമണത്തെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇപ്പോൾ അപലപിച്ചിരിക്കുന്നു. ചീഫ് ജസ്റ്റിസ് BR ഗവായിയുമായിട്ട് മോദി സംസാരിച്ചു എന്നൊരു വാർത്ത ഇപ്പോൾ നോബൽ ബ്രേക്ക് ചെയ്യുന്നുണ്ട്. ഡൽഹിയിൽ നിന്ന് ആക്രമണം എല്ലാ ഇന്ത്യക്കാരെയും പ്രകോപിപ്പിച്ചു, സമൂഹത്തിൽ ഇത്തരം നിന്ദ്യമായ പ്രവൃത്തികൾക്ക് സ്ഥാനമില്ല എന്നും ചീഫ് ജസ്റ്റിസ് പ്രകടിപ്പിച്ച ശാന്തതയെ മോദി അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നൊരു വാർത്ത കൂടി ഡൽഹിയിൽ നിന്ന് വരുന്നുണ്ട്. പിയാസുനിൽ ഇപ്പോഴാണ്. ഏതായാലും തീർച്ചയായും അത് നല്ല കാര്യം തന്നെയാണ്. അല്പം വൈകിയെങ്കിലും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം വന്നു എന്നത് നല്ല കാര്യം തന്നെയാണ്. പക്ഷേ ഈ സംഭവം നടന്നത് രാവിലെ 10:30 മണിക്കാണെന്ന് ഓർക്കണം. ഇപ്പോൾ സമയം 8:45 അടുക്കുന്നു. അപ്പോഴാണ് പ്രധാനമന്ത്രിക്ക് പ്രതികരിക്കാൻ തോന്നിയത്. ഏതായാലും പ്രതിപക്ഷ നേതാവും കോൺഗ്രസ് അധ്യക്ഷനും ഒക്കെ തന്നെ നേരത്തെ പ്രതികരിച്ചു കഴിഞ്ഞു. അപ്പോൾ ഇത്രയും വൈകിയെങ്കിലും പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് പ്രതികരണം വന്നിരിക്കുന്നു എന്നത് ആശ്വാസകരമാണ്. ഏതായാലും ഇത്തരം പ്രവൃത്തികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകാത്ത ഒരു സാഹചര്യം തന്നെയാണ് ഇത് ആവർത്തിക്കാൻ കാരണം എന്നത് യാതൊരു സംശയവുമില്ല. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച പോലെ ശേഖർ കുമാർ യാദവിൻ്റെ സാഹചര്യം, അതുപോലെ തന്നെ ഡൽഹി ഹൈക്കോടതി ജഡ്ജിയുടെ വസതിയിൽ നിന്ന് പണക്കൂമ്പാരം കണ്ടെത്തിയ സാഹചര്യത്തിൽ ആ ജഡ്ജിക്കെതിരെ എന്ത് നടപടി സ്വീകരിക്കാൻ കഴിയുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് ഈ രാജ്യത്ത് സംഭവിക്കുന്നത്. അപ്പോൾ ഇതിനൊക്കെ കുടപിടിക്കുന്ന ഒരു സാഹചര്യം തീർച്ചയായും ഇതൊക്കെ ആവർത്തിക്കാൻ കാരണമാകുന്നു. അതുകൊണ്ട് മുഖം നോക്കാതെയുള്ള ശക്തമായ നടപടികൾക്ക് ഇവിടെ സംവിധാനം വേണം. അതല്ല എങ്കിൽ ഇതൊക്കെ ആവർത്തിക്കുക തന്നെ ചെയ്യും. ജുഡീഷ്യറിയെ അപമാനിച്ചു എന്നാണ് ചോദ്യം. ഇത് ജുഡീഷ്യറിയെ മാത്രമല്ല, ഭരണഘടനയെ അവഹേളിക്കലാണ്. ഭരണഘടനയുടെ ശില്പികളിൽ ഒരാളായ ഡോക്ടർ BR അംബേദ്കറിനെ അപമാനിക്കലാണ്. ഇന്ത്യൻ ജനാധിപത്യത്തെയും ഇന്ത്യ എന്ന ആശയത്തെയും അപമാനിക്കലാണ് എന്നതാണ് എൻ്റെ ടേക്ക്. എന്തുകൊണ്ടാണ് രാകേഷ് കിഷോർ ഇന്ന് ചീഫ് ജസ്റ്റിസ് ആയിരുന്ന BR ഗവായിക്കെതിരെ ചെരുപ്പെറിയാൻ തീരുമാനിച്ചത്? നമുക്കതിൽ നിന്ന് തുടങ്ങാം. 2025 സെപ്റ്റംബർ മാസം ആണ് സുപ്രീം കോടതിയിൽ ഒരു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ വരുന്നു. എന്തായിരുന്നു പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ? ഖജുരാഹോയിലെ
യുനെസ്കോയുടെ പൈതൃക പദവിയുള്ള ആ ക്ഷേത്ര സമുച്ചയത്തിലെ ജാവേരി ക്ഷേത്രത്തിലുള്ള ഹിന്ദു പ്രതിഷ്ഠ പുനർനിർമ്മിച്ച് പുനഃപ്രതിഷ്ഠിക്കണം എന്നുള്ളതായിരുന്നു ആ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ ക്രക്സ്. എന്നാൽ അത്തരം ഒരാവശ്യം അവിടെ ഇല്ല എന്നത് ബോധ്യപ്പെട്ട കോടതി വളരെ രൂക്ഷമായ ഭാഷയിലാണ് ആ ഹർജിക്കാരനോട് പ്രതികരിച്ചത്. എന്താണ് കോടതി പറഞ്ഞതെന്നറിയാമോ? ദിസ് ഈസ് പ്യുവർലി എ പബ്ലിസിറ്റി ഇൻട്രസ്റ്റഡ് ലിറ്റിഗേഷൻ. Go and ask the deity himself to do something if you are saying that you are a strong devotee of Lord Vishnu. നിങ്ങൾ ലോർഡ് വിഷ്ണുവിൻ്റെ ഒരു ഭക്തനാണെങ്കിൽ നിങ്ങൾ പോയി ദൈവത്തോട് തന്നെ പറയൂ എന്നാണ് അന്ന് ബി ആർ ഗവായും വിനോദ് ചന്ദ്രനും അധ്യക്ഷനായിരിക്കുന്ന ബെഞ്ച്, അവർ രണ്ടുപേരുമുള്ള ബെഞ്ച് പറഞ്ഞത്. ഇതിൽ പ്രകോപിതനായിട്ടാണ് ഈ രാകേഷ് കിഷോർ എന്ന് പറയുന്ന 71 വയസ്സുള്ള 2011 മുതൽ സുപ്രീം കോടതിയുടെ അഭിഭാഷക ബെഞ്ചിലുള്ള ഈ അഭിഭാഷകൻ ഇന്ന് ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസിനെതിരെ ഷൂ എടുത്തെറിയാൻ ശ്രമിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരൊന്ന് ആലോചിച്ച് നോക്കൂ, ആർക്കെതിരെയാണ് അത്? ഇന്ത്യയുടെ പരമോന്നത നീതിപീഠത്തിലെ ചീഫ് ജസ്റ്റിസിനെതിരെയാണ് ഷൂ എടുത്തെറിയാൻ ശ്രമിച്ചത്. നേരത്തെ പല ചെരുപ്പേറുകളുടെ ചരിത്രം നമ്മൾ കേട്ടു. ഓരോ ചെരുപ്പേറിന് പിന്നിലും ഓരോ രാഷ്ട്രീയം ഉണ്ടായിരുന്നു. എന്തായിരുന്നു ബുഷിനെതിരെ ചെരുപ്പെറിയുമ്പോൾ അൽസെയ്ദി പറഞ്ഞത്? അൽസെയ്ദി അന്ന് ബാഗ്ദാദിൽ 2008 ജോർജ് ബുഷിനെ ചെരുപ്പെറിഞ്ഞ് പറഞ്ഞത് ഇത് ബാഗ്ദാദിൽ കൊല്ലപ്പെട്ട അനാഥരുടെയും സ്ത്രീകളുടെയും പ്രതികരണമാണ് എന്നാണ്. ഇത് ഇറാഖി ജനത നിങ്ങൾക്ക് നൽകുന്ന വിടവാങ്ങൽ ചുംബനമാണ് എന്നാണ് അന്ന് അൽസെയ്ദി എന്ന ജേർണലിസ്റ്റ് 2008 ബുഷിനെ ചെരുപ്പെറിയുമ്പോൾ പറയുന്നത്. പി ചിദംബരത്തെ ചെരുപ്പെറിയുന്നത് ജർണയിൽ സിംഗ് ആണ്. അതൊരു പത്രപ്രവർത്തകനായിരുന്നു. അതന്ന് ജഗദീഷ് ടൈറ്റ്ലറുമായി ബന്ധപ്പെട്ട കേസിൽ, സിഖ് കലാപവുമായി ബന്ധപ്പെട്ട കേസിനെ തുടർന്നുള്ള പ്രതികരണമായിരുന്നു. പിന്നീട് നമ്മൾ കണ്ടത് മൻമോഹൻ സിംഗിനെ ചെരുപ്പെറിയുന്നതാണ്, LK അദ്വാനിയെ ചെരുപ്പെറിയുന്നതാണ്. അങ്ങനെ ചരിത്രത്തിൻ്റെ പല ഘട്ടങ്ങളിലും ചെരുപ്പേറികൾ രാഷ്ട്രീയമായ പ്രകോപനങ്ങൾ കൊണ്ടുണ്ട്. പാകിസ്ഥാനിൽ പർവേസ് മുഷറഫിനെതിരെ ചെരുപ്പെറിഞ്ഞിട്ടുണ്ട്, അങ്ങ് ലണ്ടനിൽ വെച്ച്. അതവിടെ തടവിലാക്കപ്പെട്ട പാകിസ്ഥാനികളെ കുറിച്ച് ഓർത്തായിരുന്നു അവിടുത്തെ ചെരുപ്പേറ്. പക്ഷെ അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായി നിൽക്കുന്നതിൻ്റെ കാരണം അയാൾ പറഞ്ഞ കാരണമാണ്. ഖജുരാഹോ ക്ഷേത്രത്തിലെ വിഷ്ണുവിൻ്റെ പ്രതിമ പുനർനിർമ്മിച്ച് പുനഃപ്രതിഷ്ഠിക്കണമെന്നുള്ള ഹർജി തള്ളി ആ കോടതിയുടെ നിരീക്ഷണം തന്നെ വേദനിപ്പിച്ചുവെന്നും ആ വേദനയിൽ അയാൾ പറയുന്ന വാചകം ഇതാണ്: സനാതന ധർമ്മത്തെ അവഹേളിച്ചാൽ, അപമാനിച്ചാൽ ഇന്ത്യ അത് സഹിക്കില്ല എന്നാണ് പറഞ്ഞത്. താനൊരു സനാതനിയാണ് എന്ന് അവകാശപ്പെടുന്ന രാകേഷ് കിഷോർ വിനോദ് ചന്ദ്രനെയും ഒപ്പം ജസ്റ്റിസ് ബി ആർ ഗവായിയെയും ഒരുമിച്ചിരിക്കുന്ന സ്ഥലത്തേക്കാണ് ചെരുപ്പെറിയുന്നത്. പക്ഷേ വിനോദ് ചന്ദ്രനെ അല്ല എറിഞ്ഞത്, ബി ആർ ഗവായി ആണെന്ന് പറയുന്നു. അന്ന് ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ഈ ഖജുരാഹോ കേസ് പരിഗണിക്കുന്ന സമയത്തും വിനോദ് ചന്ദ്രനും ബി ആർ ഗവായിയും ഉണ്ടായിരുന്നു. പക്ഷെ അവിടെയും വിനോദ് ചന്ദ്രനെതിരെയല്ല, ബി ആർ ഗവായിക്കെതിരെ ചെരുപ്പെറിഞ്ഞുകൊണ്ട് പറയുമ്പോൾ അതിന് മാനങ്ങൾ കൂടുകയാണ്. കാരണം ബി ആർ ഗവായി ഒരു ബുദ്ധിസ്റ്റായ ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസാണ്, ദളിതനായ ഇന്ത്യയിലെ 2ാമത്തെ ചീഫ് ജസ്റ്റിസാണ് എന്നതിനും അപ്പുറം ബുദ്ധിസ്റ്റായ ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ജസ്റ്റിസ് കൂടിയാണ്. നമ്മൾ സാധാരണ അധികാരത്തിലെത്തുന്നവരുടെ മതത്തെക്കുറിച്ച് സംസാരിക്കില്ല, ജാതിയെക്കുറിച്ച് സംസാരിക്കില്ല. പക്ഷേ പുരോഗമന ഇന്ത്യയിൽ, ഇന്ത്യയുടെ ഭരണഘടനാ ശില്പിയായ ഡോക്ടർ ബി ആർ അംബേദ്കർ, അദ്ദേഹം അനുഭവിച്ച ജാതി വിവേചനത്തിൻ്റെ കഥകൾ കേട്ടാണ് നമ്മൾ വളർന്നത്. സാമൂഹിക നീതി എന്ന സങ്കല്പത്തെ ജസ്റ്റിസ് നമ്മളുടെ ബി ആർ അംബേദ്കർ നിർവചിച്ചിരിക്കുന്നത് എങ്ങനെയാണെന്നത് പ്രേക്ഷകർക്കറിയാം. ആ ബി ആർ അംബേദ്കറിൻ്റെ പിൻതലമുറക്കാരനായി ബി ആർ അംബേദ്കറിനെ ആരാധിക്കുന്ന, ബുദ്ധനെ ആരാധിക്കുന്ന ദളിത് വിഭാഗത്തിൽപ്പെട്ട ഒരുപാട് കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളും സഹിച്ച ഒരച്ഛൻ്റെ മകനായി, പിന്നീട് രാഷ്ട്രീയത്തിലേക്ക് പോയ RS ഗവായിയുടെ മകനായി, രാഷ്ട്രീയത്തിനേക്കാളും അപ്പുറം ബി ആർ അംബേദ്കറിൻ്റെ പാതയാണെന്ന് തിരിച്ചറിഞ്ഞു വന്ന ബി ആർ ഗവായിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകർ, ബി ആർ ഗവായിക്ക് ഒരു ചരിത്രമുണ്ട്. അത് അദ്ദേഹത്തിൻ്റെ സാമൂഹിക ചരിത്രം മാത്രമല്ല, അദ്ദേഹം സുപ്രീം കോടതിയിൽ എത്തിയതിന് ശേഷം കൊണ്ടുവന്ന വളരെ പ്രധാനപ്പെട്ട ചില മാറ്റങ്ങളുണ്ട്. എന്താണെന്നറിയാമോ? സുപ്രീം കോടതിയിൽ ആദ്യമായി OBC SC/ST വിഭാഗത്തിന് സുപ്രീം കോടതിയിലെ സ്റ്റാഫുകൾക്കിടയിൽ സംവരണം കൊണ്ടുവന്നത് ഈ ചീഫ് ജസ്റ്റിസാണ്, ജസ്റ്റിസ് ബി ആർ ഗവായിയാണ്. സാമൂഹിക നീതി അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നതിനെതിരെ നിരന്തരം സംസാരിക്കുന്നയാളാണ്. ഇലക്ടറൽ ബോണ്ട്, BJPയുടെ ഇലക്ടറൽ ബോണ്ട് റദ്ദാക്കിയ ബെഞ്ചിലുണ്ടായിരുന്ന ജസ്റ്റിസാണ് ജസ്റ്റിസ് ബി ആർ ഗവായി. ബുദ്ധിസ്റ്റായ ദളിത് വിഭാഗത്തിൽപ്പെട്ട ബി ആർ ഗവായിക്കെതിരെ ഞാൻ സനാതനിയാണ് എന്ന് അഭിമാനിച്ചുകൊണ്ട് ഒരു അഭിഭാഷകൻ, അതും 71 വയസ്സുള്ള ഒരു വന്ധ്യവയോധികനായ ഒരു അഭിഭാഷകൻ ചെരുപ്പെറിയുമ്പോൾ അത് വളരെ ഗൗരവമുള്ള വിഷയമാണെന്നാണ് എൻ്റെ പക്ഷം. അത് ഒരു സനാതന ബ്രാഹ്മൺ ഒരു ബുദ്ധിസ്റ്റിന് നേരെ എറിഞ്ഞു എന്നത് മാത്രമല്ല, അത് ഇന്ത്യൻ ഭരണഘടനയുടെ മതേതരത്വത്തിന് നേരെ, ഇന്ത്യൻ ഭരണഘടന ഉയർത്തിപ്പിടിക്കുന്ന സാമൂഹിക നീതിക്കെതിരെയുള്ള ഒരു ചെറുപ്പേര് കൂടിയാണ് എന്ന് പറയാനാണ് എനിക്കിഷ്ടം. കാരണം പ്രേക്ഷകർക്കറിയാമല്ലോ, ഇന്ത്യയിൽ ആദ്യത്തെ തീവ്രവാദി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത്, സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തീവ്രവാദി എന്ന് ഞാൻ വിശേഷിപ്പിക്കുന്നത് നാഥുറാം വിനായക് ഗോഡ്സെയാണ്.
നിർഭാഗ്യവശാൽ അദ്ദേഹം ഒരു ചിറ്റ്പവൻ ബ്രാഹ്മണനായിരുന്നു. അന്ന് ആ കേസിൽ പ്രതി ചേർക്കപ്പെട്ട് കോടതിയിൽ തലകുനിച്ചിരുന്നയാളുടെ പേര് BR സവർക്കർ എന്നായിരുന്നു. ആ സവർക്കർ ഒരു ചിറ്റ്പവൻ ബ്രാഹ്മണനായിരുന്നു. കൊലപാതകിയായ നാഥുറാം വിനായക് ഗോഡ്സെ ഒരു ചിറ്റ്പവൻ ബ്രാഹ്മണനായിരുന്നു. സ്വതന്ത്ര ഇന്ത്യയിലെ ആദ്യത്തെ തീവ്രവാദ ആക്രമണമായിരുന്നു അത്. കൊന്നതാവട്ടെ, ആ പോയിന്റ് റേഞ്ചിൽ വെച്ച് വെടിവെച്ചതാവട്ടെ ഇന്ത്യയുടെ രാഷ്ട്രപിതാവിനെയുമായിരുന്നു. അന്ന് രാഷ്ട്രപിതാവിനെതിരെ വിരൽ ചലിപ്പിച്ച അതേ കൈകളാണ് ഇന്നിപ്പോൾ ചീഫ് ജസ്റ്റിസിനെതിരെ ചെരുപ്പെറിയാൻ ഉപയോഗിച്ചിരിക്കുന്നത് എന്നുള്ളതാണ്. ഇതിനെ എത്ര നിസ്സാരമായിട്ടാണ് നമ്മൾ കാണുന്നത്? ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇത് നിസ്സാരമായി കാണേണ്ട ഒന്നല്ല എന്ന് തന്നെയാണ് എൻ്റെ പക്ഷം. കാരണം പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അറിയാമല്ലോ, ശേഖർ കുമാർ യാദവിൻ്റെ കാര്യം നേരത്തെ PR സുനിൽ പറഞ്ഞു. ശേഖർ കുമാർ യാദവ് അലഹാബാദ് ഹൈക്കോടതിയുടെ ജഡ്ജിയായിരിക്കുമ്പോൾ ഒരുപാട് പ്രകോപനപരമായ പ്രസംഗങ്ങൾ നടത്തിയിട്ടുണ്ട്. ഹമാര ഗീത ആപ്ക ഖുറാൻ എന്നാണ് അദ്ദേഹം പറയാറ് എപ്പോഴും. ഞങ്ങളുടെ ഗീതയും നിങ്ങളുടെ ഖുറാനും. എന്നിട്ട് എപ്പോഴും മുസ്ലിം ആചാരശീലങ്ങളെ കളിയാക്കി സംസാരിക്കുന്ന ഈ ശേഖർ കുമാർ യാദവ് യൂണിഫോം സിവിൽ കോഡുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അത് ഹിന്ദുസ്ഥാനാണ് നമ്മുടെ രാജ്യമെന്നും ഭൂരിപക്ഷത്തിൻ്റെ നിർദ്ദേശങ്ങളാണ് ഈ രാജ്യത്തുണ്ടാവുകയെന്നും പറഞ്ഞ ശേഖർ കുമാർ യാദവ്, ആ ശേഖർ കുമാർ യാദവിനെതിരെ ഒരു വിരൽ പോലും PR സുനിൽ പറഞ്ഞതുപോലെ രാജ്യസഭയിൽ എടുത്തിട്ടില്ല. ഇംപീച്ച്മെന്റിന് കൊടുത്ത നോട്ടീസിൽ 6 മാസമായി അടയിരുന്നു. അന്ന് ജഗദീപ് ധൻഖറായിരുന്നു രാജ്യസഭയുടെ ചെയർമാൻ. അവിടെയും ഈ ശേഖർ കുമാർ യാദവിന് അനുകൂലിച്ചുകൊണ്ടുള്ള നിലപാടാണ് ഭരണകൂടം സ്വീകരിച്ചത്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, അതുകൊണ്ടാണ് നമ്മളുടെ സിസ്റ്റത്തിൽ ബാധിച്ചിരിക്കുന്ന ഒരു സവർണ ബോധ്യമുണ്ടല്ലോ, ആ ബോധ്യം ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആണ്, അതൊരു പ്രിവിലേജായി മാറിയിരിക്കുന്നു. അതുകൊണ്ടാണ് ഇന്നതൊരു വിഷയമായി മാറാത്തത്. ഇന്ന് ഈ 71 വയസ്സുള്ള ഈ കിഷോറിനെതിരെ, രാകേഷ് കിഷോറിനെതിരെ നിയമ നടപടി എടുക്കണ്ട എന്നാണ് BR ഗവായി പറഞ്ഞത്. അത് BR ഗവായിയുടെ ബോധ്യമാണ്. BR ഗവായി എന്ന ബുദ്ധിസ്റ്റിൻ്റെ, BR ഗവായി എന്ന ഒരു സാമൂഹിക നീതിയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു പരിണിതപ്രജ്ഞനായ നിയമജ്ഞൻ്റെ ഒരു ബോധ്യമായിരുന്നു, ഒരു സാമൂഹിക നീതിയിൽ അധിഷ്ഠിതമായ ഒരു ബോധ്യമായിരുന്നു. പക്ഷേ അതിനെ അപലപിച്ചു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പ്രധാനമന്ത്രി അപലപിച്ചു. അത് സ്വാഗതാർഹമായ കാര്യമാണ്. ഇത് തുടരുകയാണ്. ഷൂ ഇവർക്കൊരു ബലഹീനതയാണെന്നേ. എല്ലാ കാലത്തും ഷൂ ഇവർക്കൊരു ബലഹീനതയാണ്. ഒന്നുകിൽ ഷൂ പോളിഷ് ചെയ്യും നാവുകൊണ്ട്, അതല്ലെങ്കിൽ സനാതനിയാണെന്ന് അഭിമാനിച്ചുകൊണ്ട് ചെരുപ്പെറിയും. അതാണ് സംഭവിച്ചിരിക്കുന്നത് നമ്മുടെ നാട്ടിൽ. നോക്കൂ, ഇതേ ബോധ്യമല്ലേ ഇന്നിപ്പോൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കെതിരെയും നമ്മുടെ നാട്ടിൽ സംഭവിച്ചിരിക്കുന്നത്? ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയല്ല, ആ നാമധാരിക്ക് പകരം മറ്റൊരു നാമധാരിയായിരുന്നെങ്കിൽ എന്തു സംഭവിക്കുമായിരുന്നു എന്നത് നമ്മൾ ഭയപ്പെടുകയാണ്. കാരണം എന്താ? ടേക്കൺ ഫോർ ഗ്രൗണ്ടഡ് ആണ്. ഒരു സവർണൻ്റെ പേരും ഒരു സവർണൻ്റെ രീതിയും ഒരു സവർണൻ്റെ ശൈലിയും ഉണ്ടെങ്കിൽ നിങ്ങൾക്കിതൊക്കെ ചെയ്യാം എന്ന് പറയുന്ന ഒരു ടേക്കൺ ഫോർ ഗ്രാൻറ്റഡ് ആയ ഒരു പ്രിവിലേജ്ഡ് പൊസിഷൻ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഇനിയെങ്കിലും മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ ഇത് കേവലം ജുഡീഷ്യറിയെ മാത്രമുള്ള അപമാനിക്കലല്ല, ഇത് ഭരണഘടനയെ പ്രതിനിധാനം ചെയ്യുന്ന ആശയങ്ങളെ അപമാനിക്കൽ കൂടിയാണ്. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, 1949-50 കാലത്താണ് അന്ന് ഹിന്ദു കോഡ് ബില്ലുമായി വരുന്ന അംബേദ്കറിനെയും നെഹ്റുവിനെയും ഒരു വലിയ സമൂഹം അധിക്ഷേപിക്കുന്നത്. അന്ന് രാംലീല മൈതാനത്ത് തടിച്ചുകൂടിയ വലിയൊരാൾക്കൂട്ടമുണ്ട്. അവർ സനാതനികളെന്ന് സ്വയം അഭിമാനിച്ചിരുന്ന ആൾക്കൂട്ടമാണ്. സനാതനികളെന്ന് അഭിമാനിച്ചിരുന്ന ആൾക്കൂട്ടമായിരുന്നു ഒരു കാലത്ത് ചിതയൊരുക്കി ഭാര്യയെ ഭർത്താവിൻ്റെ ചിതയിൽ ചാടാൻ വേണ്ടി നിർബന്ധിച്ചിരുന്നത്. സനാതനികൾ എന്ന് അഭിമാനിച്ചിരുന്ന ഒരു കൂട്ടമായിരുന്നു ഇവിടെയുണ്ടായിരുന്ന കന്യാദാനത്തെ പ്രോത്സാഹിപ്പിച്ചിരുന്നത്. സനാതനികൾ എന്ന് പറഞ്ഞിരുന്നൊരു വിഭാഗമായിരുന്നു അയിത്തവും ഈ പറയുന്ന പുണ്യാഹവും പ്രോത്സാഹിപ്പിച്ചുകൊണ്ടിരുന്നത്. ഇന്നും തുടരുന്നുണ്ട് സനാതനികളുടെ പുണ്യാഹങ്ങൾ. എങ്ങനെയാ? അയിത്തത്തിൻ്റെ പേരിൽ, തൊട്ടുകൂടായ്മയുടെ പേരിൽ. യഥാർത്ഥത്തിൽ നമ്മൾ ഒന്ന് ഡീകോഡ് ചെയ്താൽ കാണാം നമ്മളുടെയൊക്കെ ദൈനംദിന ജീവിതത്തിലെ സനാതനികളുടെ ഓരോ സാമൂഹിക നീതി നിഷേധിക്കുന്ന ശീലികൾ നമ്മളുടെയൊക്കെ ദൈനംദിന ജീവിതത്തിൽ പോലും കാണാം. അവിടെയാണ് ഈ ചരിത്രം നമ്മളെ ഓർമ്മിപ്പിക്കുന്നത്. അന്ന് 1949 രാംലീല മൈതാനത്ത് കൂടിയ ആൾക്കൂട്ടത്തെ അഭിസംബോധന ചെയ്തുകൊണ്ട് കർപ്പാത്രി മഹാരാജ് എന്ന് പറയുന്ന മറ്റൊരു സനാതനി താൻ ഒരു ബ്രാഹ്മണനാണെന്ന് അവകാശപ്പെട്ടുകൊണ്ട് പറഞ്ഞൊരു വാചകം, ദളിതനായ ഒരാൾക്ക് ബ്രാഹ്മണന്റെ നിയമസംഹിതയിൽ തൊടാൻ അവകാശമില്ല എന്നാണ്. ദളിതനായ ഒരാൾക്ക് ബ്രാഹ്മണന്റെ നിയമസംഹിതയിൽ തൊടാൻ അവകാശമില്ല എന്നാണ് ഹിന്ദു കോഡ് ബില്ല് മാറ്റി എഴുതാൻ വന്ന BR അംബേദ്കറെ അപമാനിച്ചത്. അന്ന് അത് ഒരു സനാതനിയായിരുന്നുവെങ്കിൽ ഇപ്പോഴും അതേ സനാതനിയാണ് ജസ്റ്റിസ് BR ഗവായിക്ക് നേരെ ചെരുപ്പെറിഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് ചരിത്രത്തിൽ നമ്മൾ അന്ന് മുതൽ ഇന്നുവരെ ഒരു നൂല് പിടിച്ച് നടന്നു വന്നാൽ ഈ സനാതന ധർമ്മത്തെക്കുറിച്ച് പറഞ്ഞ് അതിൻ്റെ പേരിൽ വിദ്വേഷം പ്രചരിപ്പിക്കുന്നവർക്കെല്ലാം ഒരൊറ്റ ലക്ഷ്യമേ ഉണ്ടായിരുന്നുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കും. അന്ന് സനാതനിയായ നാഥുറാം വിനായക് ഗോഡ്സെ ഗാന്ധിയെ വെടിവെച്ചു കൊന്നു.
അതിന് കൂട്ടുനിന്നതിൻ്റെ പേരിൽ സവർക്കർ കോടതിയിൽ തലകുനിച്ച് നിൽക്കേണ്ടി വരുന്ന സാഹചര്യമുണ്ടായി. മറ്റൊരു സനാതനിയായ ചിത്പവൻ ബ്രാഹ്മൺ, മറ്റൊരു സനാതനിയായ കർപ്പാത്രി മഹാരാജ് അംബേദ്കറിനെ അപമാനിച്ചു. ഒരുപാട് സനാതനികൾ ഒരുപാട് കാലങ്ങളിലൂടെ നമ്മൾ ദളിത് വിഭാഗത്തെ ബീഫ് കൈവശം വെച്ചതിന്, നോൺ വെജ് കഴിച്ചതിന്, ഇതര ജാതിയിൽ മതത്തിൽപ്പെട്ട ആളുകളുമായിട്ട് കൂട്ടുകൂടിയതിന് ഒക്കെ നമ്മുടെ നാട്ടിൽ നിരന്തരം കലാപങ്ങൾ ഉണ്ടാക്കി വരുന്നു. ആ സനാതനികളുടെ പട്ടികയിലേക്കാണ് ഈ രാകേഷ് കിഷോറും ചേരുന്നത് എന്നുള്ളതാണ്. ഇതല്ല സനാതനധർമ്മം എന്ന് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ധർമ്മം എന്നുള്ളത് ഇനിയെങ്കിലും തിരിച്ചറിയുക. അതുകൊണ്ട് തന്നെ ഇന്ത്യ എന്ന ആശയം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തെ, സാമൂഹിക നീതിയെ ഒക്കെയാണ് അപമാനിക്കാൻ രാകേഷ് കിഷോർ എന്ന 71 വയസ്സുള്ള അഭിഭാഷകൻ ശ്രമിച്ചത് എന്നതാണ് എൻ്റെ ടേക്ക്. അതിനെ ഈ രാജ്യം ഒന്നടങ്കം അപലപിക്കേണ്ടതുണ്ട് എന്നത് തന്നെയാണ്. ജുഡീഷ്യറിയെ അപമാനിച്ചു എന്നായിരുന്നു ചോദ്യം. 3 പേരുടെയും അഭിപ്രായം യെസ് എന്ന് തന്നെയാണ്. Meet the editors.